നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. 4 ലക്ഷത്തോളം കന്നി വോട്ടർമാരാണ് നാളെ വിധി എഴുതുന്നത്. ഈ ജെൻസി വോട്ടേഴ്സാണ് നമ്മുടെ ഇന്നത്തെ പോഡ്കാസ്റ്റിലെ ഗസ്റ്റ്. നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. ഹലോ, എൻ്റെ പേര് എൽദോസ് എന്നാണ്. വീട് ഇവിടെ എറണാകുളം. എന്നോട് പഠിക്കുക ജെയിൻ യൂണിവേഴ്സിറ്റി തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ലാംഗ്വേജസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഹലോ, എൻ്റെ പേര് ആദിത്യ ലക്ഷ്മി. എൻ്റെ നാട് കൊല്ലമാണ്. ഞാനിവിടെ ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ BTech കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. ഹായ്, എൻ്റെ പേര് നിഖിൽ. ഞാനിവിടെ ജെയിൻ യൂണിവേഴ്സിറ്റിയിലെ BCA വിദ്യാർത്ഥിയാണ്. തൃപ്പൂണിത്തുറയിലാണ് എൻ്റെ വോട്ട്. എറണാകുളത്ത് തന്നെയാണ് ജനിച്ചു വളർന്നത്. ഹായ് ഓൾ, എൻ്റെ പേര് ജുമാവ് അക്കൻസാരി. ഞാനിവിടെ MCA ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്. എൻ്റെ വീട് ഇവിടെ എറണാകുളത്ത് തന്നെയാണ്. തൃക്കാക്കര ഈ സെയിം മണ്ഡലം തന്നെ വോട്ടുള്ളത്. അപ്പോൾ ഇന്നലെ ആയിരുന്നു കൊട്ടിക്കലാശം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ ഇലക്ഷൻ ക്യാമ്പയിൻ? എൽദോയ്ക്ക് എന്താ തോന്നുന്നത്? പണ്ടത്തെ പോലെ അത്രയും ഒരു ഉഷാറായിട്ട് പോയെന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം ഞാനങ്ങനെ അധികം കണ്ടില്ലായിരുന്നു. പുറത്തേക്കൂടെയുള്ള ആ ഒരു ഇപ്പോൾ കാൻഡിഡേറ്റ്സിൻ്റെ ആ ഒരു നമ്മുടെ വീട്ടിലേക്കൊക്കെ വരും, പിന്നെ റോട്ടിൽ കൂടെ പോകുമ്പോഴാണെങ്കിലും നമുക്കിങ്ങനെ കാണാനൊക്കെ പറ്റുമല്ലോ. അങ്ങനത്തെ ഒരു സംഭവമൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ആണല്ലേ? അതെല്ലാ തവണയും ഉള്ളതല്ലേ? ലൈക്ക് എനിക്ക് പഴയ തവണത്തെ പോലെ തോന്നിയില്ല. മുമ്പായിരുന്നെങ്കിൽ കുറേ കൂടി ആക്റ്റീവായിട്ട് ആൾക്കാർ വീടുകൾ കയറി ഇറങ്ങി നടക്കുന്നതും അനൗൺസ്മെൻറ്റ്സ് കുറേ പോകുന്നതൊക്കെ കാണാൻ പറ്റുമായിരുന്നു. ഇത്തവണ അത്രയും ഒരു എനിക്ക് തോന്നിയായിരുന്നു. കാരണം ഞാൻ കണ്ടുവന്ന് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര തിരക്കും ഭയങ്കര ആൾക്കൂട്ട ജനങ്ങളൊക്കെ. പക്ഷേ ഈ അടുത്ത് ഇന്നലെ കണ്ട വെച്ച് നോക്കുമ്പോൾ ആ ഒരു ലെവലിൽ എനിക്ക് തോന്നിയിട്ടില്ല. ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് തോന്നിയത്. കാരണം പല പാർട്ടികൾ ഒരുമിച്ച് അവർ കൊട്ടിക്കലാശ സമയത്ത് എല്ലാവരും കൂടെ ഒരുമിച്ച് ഈ ഡാൻസ് കളിക്കുന്നതൊക്കെ കണ്ടു. അപ്പോൾ അത് കുറച്ച് നല്ല സാധനം. നമ്മുടെ ചാണ്ടിയുമ്മൻ ആള് ലൈക്ക് ഈ കൊട്ടിക്കലാശത്തിന് കഴിഞ്ഞ തവണയും പോയിട്ടുണ്ടായിരുന്നില്ല. ഈ തവണയും പുള്ളി ഡിഫറെൻ്റ് ആയിട്ടായിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്യുക. ലൈക്ക് സൈക്കിളിലായിരുന്നു ഈ ക്യാമ്പയിനൊക്കെ പോയത്. അതെനിക്ക് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയായിരുന്നു. കുറേ കൂടി ആൾക്കാർ പോസ്റ്റേഴ്സ് ഫ്ലെക്സ് എല്ലാം ഒഴിവാക്കിയിട്ടാണ് ആള് ക്യാമ്പയിൻ ചെയ്തത്. അത് വീട് വെക്കാൻ വേണ്ടിയല്ലേ? ഒരു വീട് വെക്കാനുള്ള ഒരു പ്രൊജക്റ്റിലേക്ക് ഈ പോസ്റ്റേഴ്സിൻ്റെയും ഫ്ലയേഴ്സിൻ്റെ ഒക്കെ ഫണ്ട് കൊടുക്കുന്നൊരു സംഭവമൊക്കെ അങ്ങനെ ഡിഫറെൻ്റ് ആണെന്നും തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോൺ കോളൊക്കെ കിട്ടിയായിരുന്നു? എനിക്ക് അഖിൽമാരാറിൻ്റെ കോൾ വരെ കിട്ടി. എനിക്ക് രാഹുൽ ഗാന്ധിയുടെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒക്കെ വന്നിട്ടുണ്ട്. ഭയങ്കര റിപ്പീറ്റേറ്റീവ് ആയിട്ടാണ് വരുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ അൺഎക്സ്പെക്ട് രാവിലെയൊക്കെ വന്നവർക്കുണ്ട്. രാവിലെ 7 മണിക്കൊക്കെ ഇത് കേട്ട് എനിക്കവരുണ്ട്. ഒന്ന് നോക്കി വിളിക്കുക. അതെ, ഞാൻ ക്ലാസ്സിൽ ഇരുന്നപ്പോഴാണ് വിളിച്ചത്. എൻ്റെ നമ്പർ അവരുടെ ലിസ്റ്റിൽ ഇല്ല എന്ന് തോന്നുന്നു. അതെ, എനിക്ക് കോളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. എനിക്കും കോളൊന്നും തോന്നില്ലല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. കേരളത്തിൽ ഭരണമാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇത്ര നാൾ നമ്മൾ ഒരു 10 കൊല്ലമായിട്ട് നമ്മളൊരു ഭരണം കാണുവാണല്ലോ. അതിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നുന്നത് ഒരു ചേഞ്ച് എല്ലാവർക്കും റിക്വയർഡാന്ന് തോന്നുന്നുണ്ട്. അത് ഒരു പാർട്ടീനെ ജസ്റ്റ് ഇങ്ങനെ കംപ്ലീറ്റ്ലി മോശം എന്ന് പറഞ്ഞുകൊണ്ടല്ല, പക്ഷേ ചില ആസ്പെക്റ്റിൽ കുറച്ച് ചേഞ്ചുകൾ കൊണ്ടുവരണം എന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടൊരു മാറ്റം വേണം എന്ന് തോന്നിയിട്ടുണ്ട്. അതെ, ഭരണമാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ആയിരിക്കില്ല. ചിലപ്പം 1-2 ഘട്ടങ്ങൾ കൂടെ കഴിഞ്ഞിട്ടായിരിക്കും ഭരണമാറ്റം ഉണ്ടാകുന്നത്. അതല്ലെങ്കിൽ പിന്നെ ഭരണമാറ്റം എന്ന് പറയുന്നത് അത് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. ഡെമോക്രസിയിൽ ഇപ്പം ഒരു പാർട്ടി മാത്രമല്ല ഭരിക്കേണ്ടത്, മാറി മാറി വരണം. അപ്പം അതെന്ന് പറയുന്നത് ഒരു വേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പം അത് തീരുമാനിക്കുന്ന ജനങ്ങളാണ്. അപ്പം ജനങ്ങൾക്ക് ഇപ്പോഴത്തെ ഗവൺമെൻറ് നല്ലതാണ്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇപ്പോഴത്തെ ഗവൺമെൻറ് തൃപ്തികരമാണെങ്കിൽ. ആദ്യത്തെ സാറ്റിസ്ഫൈഡ് ആണോ ഈ ഗവൺമെൻറ്, 10 വർഷത്തെ ഗവൺമെൻറ്? ഞാനാണെങ്കിൽ ഞാൻ പുറത്താണ് ജനിച്ച് വളർന്നത്. അപ്പം എനിക്ക് ഈ ബാക്കിയുള്ളവർ പറഞ്ഞറിഞ്ഞതും അതേപോലെ എനിക്ക് പേഴ്സണലായിട്ട് ഉണ്ടായ കുറേ എക്സ്പീരിയൻസസ് ഉണ്ട്. അതേപോലെ തന്നെ ഇതിന് മുന്നേ ഉള്ളൊരു ഗവൺമെൻറ് എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റിയിട്ടില്ല. ഞാനൊരു അറിയുന്ന പ്രായം തൊട്ട് എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ്റെ ഒരു ഗവൺമെൻറ്റാണ് ഉള്ളത്. അതായത് ഞാൻ രാഷ്ട്രീയം അറിയുന്ന ഒരു സമയം തൊട്ട് എനിക്കതിന് മുന്നേ ഉള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. വന്നപ്പം കുറച്ച് മാറ്റങ്ങളുണ്ട്. അതേപോലെ തന്നെ അഴിമതികളുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. അതിപ്പോൾ എല്ലാ പാർട്ടിയിലും ഒരേപോലെ ആയിരിക്കും. നിഖിൽ, എനിക്ക് തോന്നുന്നു അവസാന പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞതിൽ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക് ഒരു ത്രെട്ടാണോ എന്ന് ചോദിച്ചാൽ അതെ. കാരണം UDF ആയിരുന്നു മുന്നിട്ട് നിന്നിരുന്നത്. ആൻഡ് ഇപ്പം ട്രിവാൻഡ്രത്തിൻ്റെ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ BJP അക്കൗണ്ട് തുറന്നിട്ടുമുണ്ട്. അതൊക്കെ ഈ ഒരു ഇലക്ഷനിലും ബാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഒരു ഭരണമാറ്റം ഉണ്ടാവാൻ നല്ല രീതിക്കൊരു സാധ്യതയുണ്ട്. ഞാനും ഒരു ഭരണമാറ്റമാണ് ആഗ്രഹിക്കുന്നത്. കാരണം 10 കൊല്ലമായിട്ട് LDF ഭരിച്ചുകൊണ്ടിരിക്കണേയാണ്.
ഇപ്പം ചിലവർക്ക് പല മാറ്റങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. പിന്നെ ഒരേ പാർട്ടി തന്നെ എപ്പോഴും ഭരിച്ചുകൊണ്ടിരുന്നതിനാൽ നമുക്ക് മറ്റു പാർട്ടി ഇതോട് വ്യത്യസ്തമായി എന്ത് ചെയ്യും നമുക്കറിയില്ല. അപ്പം അവരെ ഭരണത്തിൽ കൊണ്ടുവന്നാലാണ് ഇനിയുള്ള ഡിഫറൻ്റ് ആയിട്ട് എന്ത് ചെയ്യും കാണാൻ പറ്റും എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കേണ്ടത്. മറ്റു പാർട്ടി എന്ന് പറയുമ്പോൾ ഇജു ആരെയാണ് പ്രിഫർ ചെയ്യുന്നത്? ഞാൻ UDF ഭരണത്തിൽ വരണമെന്നാണ് ഞാൻ പറയുള്ളൂ. ഓക്കെ. ഇപ്പോൾ UDF നൽകിയൊരു വാഗ്ദാനമാണ് സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര. അപ്പോൾ അതിനെങ്ങനെയാണ് കാണുന്നത് ഈ ഒരു ഫ്രീ ബി പൊളിറ്റിക്സിനെ? അത് നല്ലൊരു അഭിപ്രായമാണ്. കാരണം സ്ത്രീകൾക്ക് ഒരു നല്ലൊരു ഗുണമാണല്ലോ. അപ്പോൾ സ്ത്രീകൾക്ക് നമ്മുടെ ആണുങ്ങളെപ്പോലെ എല്ലാ വീട്ടിലും സ്ത്രീകളും ജോലിക്ക് പോകാൻ നിർബന്ധമില്ല. പോണവരുണ്ട്. ഇപ്പോൾ പോവാത്തവർക്കും ഈ യാത്ര ചെലവ് ഇല്ലാണ്ടാവുന്നത് നല്ലതാണ്. പിന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും 1000 വെച്ച് മാസം അക്കൗണ്ടിലേക്ക് അത് വിദ്യാർത്ഥിനികൾക്ക്, അതായത് വിദ്യാർത്ഥിനികൾക്ക് അതന്നെ കോളേജിൽ പഠിക്കുന്ന ഗേൾസിന് മാത്രമായിട്ട് കൊടുക്കുന്നത് ഒരു വിവേചനമല്ലേ? എൻ്റെ അഭിപ്രായത്തിൽ ഇത് എനിക്ക് തോന്നുന്നു ആണുങ്ങളാവുമ്പോൾ പിന്നെ വണ്ടിയൊക്കെ ഉണ്ടാവും, പാർട്ട് ടൈം വർക്കിന് എങ്ങനെയൊക്കെ പോകും. ഗേൾസ് പിന്നെ ഹോസ്റ്റലൈസ് ആയിരിക്കും കൂടുതൽ. ഇല്ല മാറി വരുന്നുണ്ട്. പക്ഷെ എൻ്റെ ഇപ്പോഴത്തെ നിഗമനത്തിൽ ആണുങ്ങൾക്ക് പിന്നെയും പുറത്തിറങ്ങി പണിയെടുക്കാനുള്ള ഒരു കഴിവും ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ടാവാം. ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അപ്പം അവര് കുറെ കാലം കണക്കിലെടുത്തായിരിക്കുമല്ലോ അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ കൂട്ടത്തിൽ ഒരു ഗേൾ ഉണ്ടല്ലോ, അതിലശ്രീ, എന്താണ് അഭിപ്രായം? എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ജെൻഡർ ബേസ്ഡ് അല്ലെങ്കിൽ കാസ്റ്റ് റിലീജൻ ബേസ്ഡ് ഇങ്ങനെ കാര്യങ്ങൾ കൊടുക്കാണ്ട് കുറച്ചുകൂടെ എക്കണോമി പരമായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതേപോലെ തന്നെ ഈ ബസ്സിൻ്റെ കാര്യം, ഇപ്പം ഓൾറെഡി KSRTC അല്ലെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് ആണെങ്കിലും കടത്തിലാണ്. അപ്പം എങ്ങനെയാണ് ഇവർ അധികാരത്തിൽ വന്ന ഈ ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നുള്ളത് അറിയില്ല. കാരണം കർണാടകയിൽ തന്നെ ഞാനൊരു ഇതിൽ വായിച്ചതാണ്, അറിയില്ല സത്യമാണോന്ന്, കർണാടകയിൽ തന്നെ ബസ്സൊക്കെ ഫ്രീ ആയിട്ട് വുമണിന് ഫ്രീ ആയിട്ട് കൊടുത്തു. പക്ഷെ അതും കടത്തിലാണെന്ന് പറഞ്ഞു. അപ്പം അത് എന്ത് രീതിയിലാണ് അത് ആപ്ലിക്കബിൾ എന്നറിയില്ല. അതെന്തോ 4000 കോടി കടത്തിലോ അങ്ങനെ എന്തോ ആണ് കർണാടകയിൽ. എനിക്കറിയില്ല അത് എങ്ങനെ പോസിബിൾ ആവും. ഇവിടെ അങ്ങനെ തന്നെ ഒരു പാറ്റേൺ ഞാനിങ്ങനെ നോക്കിയായിരുന്നേ, നമ്മുടെ കടം ടോട്ടലി എത്രയാണ് ഇങ്ങനെ വരുന്നതെന്നുള്ളത്. അപ്പം ഒരു 2011 തൊട്ടിട്ടുള്ള ഒരു കണക്ക് ഇങ്ങനെ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയത് തന്നെ 4.5 lakh crores ആണ്. 4.5 കോടി രൂപ കടമുള്ള ഒരു ഗവൺമെൻറ് വന്നിട്ട് ഇത്രയും ഫ്രീ കൊടുക്കും എന്ന് പറയുമ്പം നമുക്കത് എന്ന് വെച്ചാൽ ഇപ്പം KSRTC ആവട്ടെ, അത് റൺ ചെയ്ത് കൊണ്ടുപോകണ്ടേ, ഇതിന് ഫണ്ട് ഉണ്ടാവില്ല. അപ്പോൾ വീണ്ടും കടം എടുക്കേണ്ടി വരും. ഇതിന് 8 ആവും. കാരണം ഇപ്പം 2011 84,000 ആയിരുന്നു. 84,000 കോടി രൂപ കടത്തിൽ നിന്നാണ് 2025 4.5 കോടി രൂപ കടത്തിൽ വന്നേക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് ഇനി മുമ്പോട്ടേക്ക് പോകുമ്പോൾ ഇത് കൂടാം. കാരണം ഭയങ്കര അഗ്രസീവായിട്ട് ഇത് ഇങ്ങനെ വരുന്നത്, കടം എടുക്കുന്ന ഒരു എമൗണ്ട് വരുന്നത്. കേരളത്തിന് കടമുണ്ട്. അപ്പം വേറൊരു പുതിയ ഗവൺമെൻറ് വരികയാണെങ്കിൽ ആ കടം തീർക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലൂടെ വരുമ്പം, അല്ലെങ്കിൽ വരേണ്ട സ്ഥാനത്ത് അവർ കൂടുതൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പം അതെ ആ ഒരു സ്റ്റേറ്റിൻ്റെ എക്കണോമിയെ ബാധിക്കും. അപ്പം അതെങ്ങനെ ബാലൻസ് ചെയ്യുന്നുള്ളത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പോഴത്തെ 2 മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ബിവറേജസും ഒന്ന് ലോട്ടറിയാണ്. ഇതിൽ നിന്ന് മാറി പുതിയതായി എന്തെങ്കിലും ഒരു റവന്യൂ സോഴ്സോ കണ്ടുപിടിക്കാണ്ട് ഇതേപോലെ ഫ്രീ ഓഫർ ചെയ്യണം, പുതിയ ഇനിഷ്യേറ്റീവ്സ് വരണം. അതേപോലെ തന്നെ റവന്യൂ മോഡൽസും കൂടെ അതിൻ്റെ ഒപ്പം ജനറേറ്റ് ചെയ്യുന്ന വല്ല സജഷൻ ഉണ്ടോ എന്തെങ്കിലും ചേഞ്ച്? അതായത് നമുക്ക് മലയാളികൾക്ക് ലോകത്ത് നമ്മൾ പറയും ലോകത്ത് എവിടെ പോയാലും മലയാളികൾ ഉണ്ടാക്കുന്നത്. അപ്പം ഇത്രയും സ്ഥലത്തേക്ക് പോകാൻ കാരണം നമ്മുടെ ഉള്ളിലെ കൾച്ചറും ക്രിയേറ്റിവിറ്റിയും അതൊക്കെ തന്നെയായിരിക്കും. ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് പുറത്തേക്ക് പോവുക എന്നിട്ട് അവിടെ സെറ്റിൽ ചെയ്യുക. അതിനൊക്കെ പകരം നമുക്ക് ഇവിടെ തന്നെ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഇവിടുത്തെ എഡ്യൂക്കേഷൻ സെക്ടറിലൊക്കെ മാറ്റം കൊണ്ടുവരുത്തി നമുക്ക് ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്കുള്ളൊരു സ്കെയിൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ആൾക്കാരെ ഇവിടെ റീറ്റെയിൻ ചെയ്ത് ഇവിടെ തന്നെ നമുക്ക് അതിനുള്ള ഗ്രോത്ത് പോസിബിലിറ്റീസ് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഒരു ഗ്രോത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എക്കണോമിയിലും അതേപോലെ തന്നെ ഗ്രോത്ത് ഉണ്ടാവാൻ നല്ല സാധ്യതയുണ്ട്. ഈ ബിവറേജസും ലോട്ടറി അല്ലാണ്ട് നമുക്ക് ഇത്തിരിയും കൂടെ എഡ്യൂക്കേഷണൽ സെക്ടേഴ്സോ അങ്ങനെയുള്ള സെക്ടേഴ്സ് ഇത്തിരിയും കൂടെ ഗ്രോ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് കരിക്കുലം അത് ഇൻഡസ്ട്രി ഫിറ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല ഇതുവരെയും. പക്ഷേ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ വന്നപ്പം കുറേ കൂടി മാറ്റമുള്ള പോലെ തോന്നിയായിരുന്നു. നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ പുറത്തുനിന്ന് ആൾക്കാർ വന്ന് പഠിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അവർ അട്രാക്റ്റഡ് ആവുന്ന ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി കാണുമ്പം? ഇവിടെ ഇഷ്ടം പോലെ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്ന കുറേ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പക്ഷെ അവിടെ ഒന്നും പോകാതെ എന്തുകൊണ്ടൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ സെലക്ട് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ കരിക്കുലവും അവിടുത്തെ ഒരു ഫ്രീഡം, അതിപ്പോൾ പണ്ടത്തെ ഒരു സെറ്റിങ്ങിൽ ഒരു ക്ലാസ് മുറിക്ക് അകത്തിരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് മാറിയിട്ട്
ഇൻഡസ്ട്രിക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇതിനകത്ത് ഇപ്പോൾ നമുക്കറിയാം നമ്മൾ നിൽക്കുന്നതും ഇൻഫോ പാർക്കും അടുത്താണ്. നമുക്ക് എത്രത്തോളം സ്കോപ്പ് ഉണ്ടെന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാവും. ലൊക്കേഷൻ ചൂസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ കരിക്കുലം സിലബസുകൾ സെറ്റ് ചെയ്യുമ്പോഴും ആ ഒരു ഓൾഡ് പാറ്റേൺ ബ്രേക്ക് ചെയ്ത് പുതിയ രീതിക്ക് ഫോറിനേഴ്സിനെയും കൂടി ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതി. കാരണം ഇപ്പോൾ നമ്മുടെ ഒരു യൂത്ത് പാതി മൈഗ്രേറ്റ് ചെയ്ത് അപ്പുറത്തെത്തി, അവർ ഇനി ഒരു റിവേഴ്സ് മൈഗ്രേഷൻ വരണം, അവിടെ നിന്നുള്ള ആൾക്കാരെയും കൂടി ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യണം എന്നുള്ള രീതിക്ക് വേണം നമ്മുടെ ഓരോ കരിക്കുലവും സെറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ നമ്മുടെ ജെയിനെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് പഠിക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഇപ്പോൾ മറൈൻ സയൻസ് പോലത്തെ കോഴ്സുകൾ മറ്റ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് കുറവാണ്. ഇപ്പം ഞാൻ ചോദിച്ചിടത്തോളം അവർ പറഞ്ഞു, ഞാൻ ചോദിച്ചിട്ടുണ്ട് മിക്കയിടത്തും എന്തുകൊണ്ടാണ് ജെയിൻ തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം കേരളം, കാരണം നിങ്ങളുടെ നാട് നല്ല നോർത്തിൽ അവിടെയൊക്കെ അല്ലേ. അപ്പോൾ അവർ പറഞ്ഞതാണ് മറൈൻ സയൻസ് എന്ന കോഴ്സൊന്നും എല്ലായിടത്തും ഇല്ല, കേരളത്തിൽ മാത്രമായിട്ടേ ഞാൻ കണ്ടുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റികൾ അവൈലബിലിറ്റി കൊടുക്കുന്നത് നല്ലതാണ്. എന്നാലാണ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പിള്ളേർ വരുന്നുണ്ട്, അതിൽ ഇനിയും വരും. അതും പുതിയ കോഴ്സ് ഓഫർ ചെയ്യുന്നതിന് മാത്രമല്ല, അപ്ഡേറ്റഡ് സിലബസ് അല്ല മിക്ക യൂണിവേഴ്സിറ്റീസും. കേരളത്തിലുള്ള മിക്ക യൂണിവേഴ്സിറ്റീസും എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അവിടെയും ഇവിടെയായിട്ട് അപ്ഡേഷൻസ് വരുന്നുണ്ട്. പക്ഷേ അവരിപ്പോഴും പഠിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര പഴക്കമുള്ളതാണ്. ഇൻഡസ്ട്രി അതിൽ നിന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഇത്തിരിയും കൂടെ ഒരു അപ്ഡേറ്റഡ് സിലബസ് അതായത് ഇപ്പോൾ നമ്മൾ 5 വർഷം 10 വർഷം കൂടുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതല്ലാണ്ട് ഇത്തിരിയും കൂടെ റാപ്പിഡായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു സിലബസ്. ഇൻഡസ്ട്രി മാറുകയാണല്ലോ, അപ്പോൾ അതേപോലെ തന്നെ സിലബസും അതേപോലെ തന്നെ അപ്ഡേറ്റഡായി മാറുന്നൊരു സിലബസ് എല്ലാ യൂണിവേഴ്സിറ്റിയിലും വരണം എന്നാഗ്രഹിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഒരു ജോബ് ക്രിയേറ്റർ ആവാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടോ? കാര്യം ഇപ്പോൾ MBA ഗ്രാജുവേറ്റ്സ് വരെ ഏതെങ്കിലും ഒരു MNCയിൽ അണ്ടറിൽ വർക്ക് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അല്ലാതെ സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ഉള്ളൊരു എക്കോസിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ടായിട്ട് തോന്നുന്നുണ്ടോ? ഇജു? അത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കുറേ പിള്ളേർ പഠിക്കുന്നുണ്ട്. എനിക്ക് അവർ ഫിനാൻഷ്യലി അത്ര സ്റ്റേബിൾ ആവണമെന്നില്ല. ഈ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ടാണ് സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പേടിക്കണത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ കൂടുതലും ജോബായിട്ട് കയറാനാണ് നോക്കുള്ളൂ. അപ്പോൾ അത്യാവശ്യം ഫിനാൻസ് സെറ്റാണ്, നല്ലൊരു പ്ലാൻ മൈൻഡ് ഉണ്ട്, എന്നാൽ നമുക്കൊരു സ്റ്റാർട്ടപ്പിലേക്ക് മൂവ് ചെയ്യാം. ഈ ഇൻവെസ്റ്റേഴ്സിനെ കണ്ടുപിടിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കുറവാണെന്ന് തോന്നുന്നു. നമ്മളിപ്പം യൂണിവേഴ്സിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണെങ്കിൽ ഇപ്പം നമുക്കിവിടെ SOF സ്കൂൾ ഓഫ് ഫ്യൂച്ചർ എന്ന് പറയുന്നൊരു ആ ഒരു സംഭവത്തിനകത്ത് പറയുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് അതുപോലെ തന്നെ കമ്പനിയുടെ ടോപ്പായിട്ടുള്ള ആൾക്കാരും ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ ആയിരുന്നു. അതിനകത്ത് നമുക്ക് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു അവസരം ഇങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു. അത് വെച്ച് നോക്കുമ്പം നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പുഷ് ചെയ്യാം. അത് വർക്കൗട്ട് ആയില്ലെങ്കിൽ പോലും നമുക്കൊരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമല്ലേ, അത് കേരളത്തിൽ ഭയങ്കര കുറവാണ്. അല്ല, കേരളത്തിൽ പക്ഷേ നമ്മുടെ ഇവിടെ കളമശ്ശേരിയിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഒക്കെ ഇതുണ്ട്. അവിടെയൊക്കെ അത്യാവശ്യം ബിസിനസ്സുകൾ സ്കെയിൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ കളമശ്ശേരി പോയപ്പം അവിടുത്തെ അവരുടെ ബിൽഡിങ് യുണീക്കാണ്. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് തോന്നും എന്തെങ്കിലും ബിൽഡ് ചെയ്യാൻ തോന്നും. അങ്ങനെയുള്ള പുതിയ ഇനീഷ്യേറ്റീവ്സും വരുന്നുണ്ട്. ഇപ്പോൾ കേരള സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് ഓൾറെഡി നമ്മുടെ കേരളയിൽ ഉള്ളതാണിത്, ഈ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. പക്ഷെ എനിക്ക് തോന്നുന്നു അറിവില്ലാന്ന് തോന്നുന്നു. ഒരുപാട് ആൾക്കാർക്ക് ഒരു അവയർനെസ് ഇല്ല ഇതിനെപ്പറ്റി. നേരത്തേലും കുറച്ച് കൂടുതൽ ഇപ്പോൾ സ്റ്റാർട്ടപ്പിലേക്ക് വരുന്നുണ്ട് ആൾക്കാർ. അത്യാവശ്യം എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇപ്പോൾ കുറച്ച് വന്നുണ്ട്. നമ്മുടെ ഗവൺമെന്റ് അവകാശപ്പെടുന്ന പോലെ ഒരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇവിടെ ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഉണ്ടാവാം, പക്ഷേ അതായത് ബാക്കിയുള്ള സ്റ്റേറ്റ്സിനോ ബാക്കിയുള്ള കൺട്രീസിനോ ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കേരളത്തിൽ എസ്പെഷ്യലി ഭയങ്കര കുറവാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദുബായിൽ അവർക്ക് ടാക്സ് ഇല്ല. അങ്ങനെയുള്ള അത്രയും ഒരു എക്സ്റ്റെൻറ്റിലേക്കൊന്നും കേരളം വളർന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കമ്പനി തുടങ്ങാനാണെങ്കിലും ഇപ്പോഴും കുറേ ലീഗൽ വർക്ക്സ്, പിന്നെ ഗവൺമെൻറ് ഓഫീസുകൾ കയറി ഇറങ്ങണം, ഡിലേ വരികയാണ്. പക്ഷേ എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം പുറത്തുനിന്നതിനേക്കാളും കൂടുതൽ സ്മോൾ ബിസിനസ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കോളേജിൽ തന്നെ കുറേ ജ്വല്ലറി ബിസിനസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ ബിസിനസ് ആദ്യത്തേക്ക് ഒരു ബിസിനസ് ഉണ്ടല്ലോ. എനിക്ക് ഉണ്ട്, അത് പറയണ്ട. അപ്പോൾ അങ്ങനെ കമ്പനികൾ ഇവർ സ്റ്റാർട്ടപ്പിന്, ഇപ്പോൾ നമ്മുടെ കോളേജിൽ തന്നെ കുറേ പേര് സ്റ്റാർട്ടപ്പിൻ്റെ പേരിലോ അല്ലെങ്കിൽ കമ്പനീസിൻ്റെ ഐഡിയാസും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് പ്രൊമോട്ട് ചെയ്യാൻ നമ്മളൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്, നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ സപ്പോർട്ട് ഉണ്ട്. പക്ഷേ ഒരു കോമൺ ലേമാന് അത് അവയർനെസ് ആദ്യം കൊടുക്കണം. കാരണം ഇങ്ങനെ ഒരു നല്ലൊരു ഐഡിയ നല്ലൊരു ഫൗണ്ടേഷനും നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പം കേരള മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ ഇതുവഴി നമുക്ക് ബിസിനസ്സും നമ്മുടെ കാര്യങ്ങളെല്ലാം പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. എല്ലാം സ്കെയിൽ ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന ഹെൽപ്പ് എവിടെ നിന്നും കിട്ടും. പക്ഷേ ഇതിനാദ്യം വേണ്ടുന്നത് അവയർനെസ് ആണ്. ഇത് ഇപ്പം നമ്മൾ കുറച്ച് പേർക്ക് ഈ യൂണിവേഴ്സിറ്റിയിലുള്ളവർക്ക് അറിയാം, പക്ഷെ പുറത്തുനിന്നുള്ളവർക്ക് അറിയില്ല. വേറെ യൂണിവേഴ്സിറ്റിയിലുള്ളവരുടെ അടുത്ത് പോയി ഇതൊക്കെ പറഞ്ഞാൽ അവർക്കറിയില്ല. അപ്പോൾ ആദ്യം അവയർനെസ്സാണ് വേണ്ടത്.
അത് തന്നെ എനിക്കും തോന്നിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമുക്കിപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ സംസാരിച്ചപ്പോൾ ആയിരുന്നു ഒരു Formula 1 റേസിൻ്റെ കാര്യമൊക്കെ നമ്മളിങ്ങനെ വന്നത്. ലൈക്ക് ആ ഒരു റേസ് നമുക്കൊരു ഒറ്റ സർക്യൂട്ട് ഇന്ത്യയിലുള്ളത്. ആ ഒരു റേസ്, ആ ഒരു സീസണിൽ ആ ഒരു റേസ് ഇവിടെ വന്നാൽ തന്നെ എത്രത്തോളം ഗ്രോത്ത്. അതിനെ നിർത്താനായിട്ടാണ് എൻ്റർടൈൻമെൻറ്റ് ടാക്സ് എന്ന് പറഞ്ഞ് ഡ്രൈവേഴ്സിനൊക്കെ കൊണ്ടുവച്ചത്. അതൊക്കെ ശരിക്കും ഒരു കാര്യം പ്രൊമോട്ട് ചെയ്യുന്നതിന് പകരം അതൊക്കെ താഴ്ത്തുക ചെയ്യുന്നത് ആക്ച്വലി. അങ്ങനെ ഓരോ ടാക്സും ആവശ്യമില്ലാത്ത റെഗുലേഷൻസ് ആണെന്നേ ഞാനത് പറയുന്നുള്ളൂ. കാരണം ഫോർമുല വൺ പോലെ ഒരു സ്പോർട്ട്, അതിൻ്റെ ട്രാക്ക് നമുക്കിവിടെ ഉണ്ട് ഇപ്പോഴും. ആ സ്പോർട്ട് ഒന്ന് ഡെവലപ്പ് ചെയ്യാനാണെങ്കിൽ അതിൻ്റെ ഫാൻസും ഇന്ത്യയിൽ തന്നെ ഇഷ്ടം പോലെ തന്നെയുണ്ട്. പക്ഷേ അതൊന്ന് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പല ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസും അതിനോട് അനുബന്ധിച്ച് തന്നെ പല ടൈപ്പിലുള്ള സെയിൽസും നമുക്കിവിടെ കൊണ്ടുവരാം. എക്കണോമി നമുക്ക് നന്നായിട്ട് ഗ്രോത്തും ചെയ്യാം. പക്ഷേ എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇപ്പോഴും അതൊക്കെ ഇപ്പോഴും താഴ്ത്തി കാണുന്നത്, അതിനൊക്കെ ഒരു ടാക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിൽ അത് ഒന്ന് ഇമ്പ്രൂവ് ചെയ്താൽ കൊള്ളായിരിക്കും. കാരണം മോട്ടോർ സ്പോർട്ട് ആയാലും F1 ആയാലും ഈ അടുത്ത് കോഴിക്കോട് പലയിടത്തായിരുന്നു നല്ല രീതിക്ക് ഒരു വിജയം നടന്നായിരുന്നു. അപ്പോൾ ഗവൺമെൻറ് അതിനോട് കുറച്ചുകൂടി ഫോക്കസ് ചെയ്താൽ യൂത്തിന് അത് കുറച്ചുകൂടി ഉപകാരമാകും. കാരണം കുറേ പേർക്ക് ഈ മോട്ടോർ സ്പോർട്ടിനോട് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അതിനോട് ഫോക്കസ് ചെയ്താൽ യൂത്തിന് ഒരു മെച്ചപ്പെട്ട, പിന്നെ ഇതുപോലത്തെ കുറേ മേഖലകളുണ്ട് ആരും ഒന്ന് ഫോക്കസ് ചെയ്യാനുള്ള. അപ്പോൾ എനിക്ക് തോന്നുന്നു കേരളം പല മേഖലയിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ നോട്ടീസ് ചെയ്യാറുണ്ട്. ഇല്ല, കേരളം ആരും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരളമാണ് ഫസ്റ്റ് വാട്ടർ മെട്രോ ഇറങ്ങിയപ്പോൾ ഒക്കെ നോട്ടീസ് ചെയ്തു. ഇതുപോലത്തെ പല കാര്യങ്ങളും കേരളം ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിന് വളരാനൊരു സാധ്യത ഉണ്ട്. ഈ പ്രധാനപ്പെട്ട ഇഷ്യൂസ് ഹൈലൈറ്റ് ആവാതിരിക്കാൻ വേണ്ടി, അത് മറയ്ക്കാൻ വേണ്ടിയാണോ ഈ സെലിബ്രിറ്റീസിനെ കാൻഡിഡേറ്റായിട്ട് നിർത്തുന്നത്? അങ്ങനെ തോന്നുന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്ത ഇഷ്യൂസ് എല്ലാം നോക്കുമ്പോൾ ഇതിനൊക്കെ ഒരു എക്സ്പീരിയൻസോടെ അല്ലെങ്കിൽ കുറച്ചുകൂടി പൊളിറ്റിക്കലി ഒരു അവയർനെസ് ഉള്ള ഒരാളാണെങ്കിലാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാതെ ഒരു സ്ക്രീനിൽ പെട്ടെന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളോ അല്ലെങ്കിൽ ഒരു റിയാലിറ്റി ഷോയിൽ എന്താ പറയുക നിന്നിട്ട് പെട്ടെന്ന് ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ആൾക്കോ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയിട്ട് ജനങ്ങൾക്കിടയിലേക്ക് വന്നിട്ട് ജനസേവനം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു കാൻഡിഡേറ്റ്സിനെ നിർത്തുന്നത് മെയിനായിട്ടും കുറെ കൂടി അവർക്ക് എങ്ങനെയെങ്കിലും ജയിക്കണം എന്നുള്ളൊരു ഫെയിം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി വോട്ട് റീച്ച് കിട്ടുമോ എന്നുള്ളത് ഇപ്പം മാത്രമാണ് അവർ ഇങ്ങനെ ആക്ടേഴ്സിനെയും ഓരോ വെക്കുന്നത്. എൻ്റെ ഒരു ഇതിൽ സെലിബ്രിറ്റീസ് ആണോ ആരാണോ എന്നുള്ളൊരു വേർതിരിവ് കൊടുക്കാണ്ട് ഈ പറഞ്ഞ പോലെ ലൈക്ക് അവർക്കതിന് ഒരു ക്യാപ്പബിലിറ്റി ഉണ്ടെങ്കിൽ അവർക്കതിനൊരു സീറ്റ് കൊടുക്കാം. അല്ലെങ്കിൽ അത് ഡിപ്പെൻസ്. ഇതിപ്പം ഈ ഒരു ഫാൻ ബേസ് അല്ലെങ്കിൽ ചിലപ്പം അത്രയും ഉണ്ടായതുകൊണ്ടായിരിക്കും വിജയ് ഇപ്പോൾ ഒരു മെയിൻ പൊസിഷനിൽ തന്നെ മത്സരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആള് പ്രത്യേകം ഒരു പാർട്ടി ഉണ്ടാക്കി, ബാക്കി സ്ഥലങ്ങളിൽ പാർട്ടിക്കാർ അതേപോലെ സെലിബ്രിറ്റീസ്. കേരളത്തിനെയും എനിക്ക് തോന്നുന്നു നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം തമിഴ്നാട്ടിലെ ഒരു പൊളിറ്റിക്സ് സ്റ്റൈലേ ഡിഫറെൻ്റ് ആണ്. ജയലളിത ആയാലും MGR ആയാലും അങ്ങനെ ഫോളോ ചെയ്ത് വന്നിരുന്നൊരിതുണ്ട്. പക്ഷെ കേരളത്തിൽ അങ്ങനെ, അതായത് ഒരു ആക്ടർ കയറിയിട്ടില്ല ഇതുവരെ മര്യാദ പ്രോപ്പറായിട്ട്. ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ സുരേഷ് ഗോപി തന്നെ മൂന്നാം വട്ടമാണ് ജയിക്കാൻ പറ്റിയത്. കാരണം അത് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സാണ്. ആൾ ഓൾറെഡി ഫേമസ് ആയിരുന്നു ഫസ്റ്റ് ടൈം കണ്ടസ്റ്റ് ചെയ്യുമ്പോൾ. പക്ഷേ അതാണ് കേരളത്തിൻ്റെ ഒരു സിസ്റ്റം. പക്ഷെ ആ ഫെയിം വെച്ച് പോയിട്ടും പിന്നീട് വന്നപ്പോൾ നമ്മൾ ചെയ്ത വോട്ട് വെറുതെ ആയെന്ന് തോന്നുന്ന കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ ഭാഗത്തുനിന്ന്. പുള്ളി ആദ്യം കുറേ വാഗ്ദാനങ്ങൾ ചെയ്തായിരുന്നു. അത് ഇപ്പോൾ ജയിച്ചതിന് ശേഷം പുള്ളി ചെയ്തിട്ടില്ല. പുള്ളി ചെയ്ത കുറേ കാര്യങ്ങളും ഉണ്ടായിരുന്നല്ലോ. അതായത് ഒരു സീനിൽ, അതായത് ഒരു പപ്പടം എടുത്തിട്ട് ആ പപ്പടം എടുത്ത് തന്ന അവസാനം പൊട്ടിച്ച് ഇതാക്കിയതൊക്കെ ഉണ്ട്. അതൊക്കെ ശരിക്കും ജയിപ്പിച്ച് വിട്ട ആൾക്കാരെ തന്നെയല്ലേ അത് താഴ്ത്തി കാണിക്കുന്നത്. അതേപോലെയുള്ള ആക്ഷൻസ് ഒക്കെ ഒന്ന് കുറയ്ക്കണം. നല്ലത് ചെയ്യുന്നില്ല എന്നല്ല, പക്ഷെ ആ നല്ലത് ചെയ്യുമ്പോഴും ഇങ്ങനെ പബ്ലിക്കലി വരുമ്പോഴും അതുപോലെ സംസാരിക്കുമ്പോഴും ഇപ്പം ഒരു പൊളിറ്റീഷ്യൻ ആകുമ്പോൾ അല്ലെങ്കിൽ ഇപ്പം നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ഓരോ വാക്കിനും അതിൻ്റെതായ വിലയുണ്ടല്ലോ. പക്ഷെ പറയുമ്പോൾ ശ്രദ്ധിക്കാതെ പല കാര്യങ്ങളും പറയും. ഇപ്പം മീഡിയകളുടെ മുമ്പിൽ വന്നാലും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ട്. അവർ പെട്ടെന്ന് അവർക്ക് അതിന് ഉത്തരം പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ടോ, നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്, ആരോട് ചോദിക്കുന്നത്, ക്യാമറ മാറ്റി കണ്ടുണ്ടാവും. നമ്മൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ട ഒരാൾ ഒരിക്കലും അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഒപ്പീനിയൻ അല്ലേ അത്. ജനങ്ങളുടെ ഭാഗമായിട്ട് അയാൾ സംസാരിക്കണം. ഒരാൾ ചോദ്യം ചോദിക്കുമ്പോൾ അത് നമ്മുടെ വോയിസ് അയാൾക്ക് കൊടുത്തേക്കണേണ്, സംസാരിച്ചിരിക്കണം. ഈ ഇലക്ഷനിൽ കാസ്റ്റ് ആൻഡ് റിലീജിയൻ ഒരു ഫാക്ടറാണോ? അതൊരു ഫാക്ടർ ആവരുത്. കാരണം ഇപ്പം എല്ലാവരും അതാ ചർച്ച ചെയ്യുന്നത്. ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. എന്തിനാണ് അത് നമ്മൾ കൊണ്ടുവരുന്നതെന്ന് അറിയാം. പക്ഷെ ഇന്നും സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നത് കാസ്റ്റും റിലീജിയൻ നോക്കിയിട്ടല്ലേ?
അതിന് നല്ലൊരു എക്സാമ്പിളാണ് മറ്റേ അഞ്ജലി പി നായരോ ആ ഒരു ഇഷ്യൂ. ശരിക്കും പേര് വേറെ എന്തോ ആണ്. ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വിധി വന്നതനുസരിച്ച് നായർ എന്ന് വെക്കേണ്ട, ശരിക്കും പേരെങ്ങനെയാണോ അതുപോലെ ആ നായർ എന്നൊരു സർനെയിം കിട്ടാനായിട്ട് ചെയ്തു കൂട്ടിയ ഒരു കാര്യങ്ങൾ ഓർക്കുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കാസ്റ്റ് ഇപ്പോഴും ഒരു ഫാക്ടറാണെന്ന് തോന്നുന്നു. കാരണം അഞ്ജലി നായർ എന്നല്ലേ സീരിയലിലൊക്കെ അറിയപ്പെട്ടത്, അങ്ങനെയല്ലേ അവർ അതിന് കൊടുത്തത്. കാരണം അഞ്ജലി നായർ എന്നാണ് സീരിയലിൽ അറിയപ്പെട്ടത്. ഫ്ലെക്സിലും പ്രചാരണത്തിനും മൊത്തം അഞ്ജലി നായറിന് കൊടുത്തിട്ട് ഈ ഇലക്ഷൻ്റെ ഇതൊരു ഈ വോട്ടിൻ്റെ മെഷീനിൽ വോട്ടിംഗ് മെഷീനിൽ വരുമ്പോഴത്തേക്കും അഞ്ജലി PV എന്ന് വരുമ്പോൾ സാധാരണപ്പെട്ടൊരു ആൾക്കാർക്ക് ഇപ്പം തന്നെ നമ്മൾ ഇലക്ഷൻ പോകുമ്പോൾ അറിയാം, ഒരാൾ കാണും അതേ പേരിലുള്ള ബാക്കി സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ കാണും, സെയിം പേര് തന്നെ ആയിരിക്കും, എന്തോ ഒരു ഇനിഷ്യലിലെ മാറ്റമായിരിക്കും. അപ്പോൾ സാധാരണപ്പെട്ട ഒരാൾക്ക് ആ ഒരു പേര് കാണുമ്പോഴത്തേക്ക് ഇത് തന്നെയാണോ ആള് എന്നുള്ളൊരു കൺഫ്യൂഷൻ. അല്ല, അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ അഞ്ജലി PV എന്നുള്ളൊരു അഞ്ജലി PV എന്ന് കൊടുത്തവർക്ക് ചെയ്യായിരുന്നു. കാരണം എന്നിട്ട് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അവർ കൊടുത്തതെന്ന് പറയുമ്പം അഞ്ജലി നായർ അല്ലെങ്കിൽ അഞ്ജലി നായർ എന്നാണ് അവരെ ഈ സീരിയലിലും അല്ലെങ്കിൽ എല്ലാത്തിലും അറിയപ്പെടുന്നത്, പൊതുവേ അറിയപ്പെടുന്നത്. അഞ്ജലി PV എന്നുള്ളത് ഒരു ഒഫീഷ്യൽ നെയിമാണ്, അവരറിയപ്പെടുന്ന ഈ ഒരു പേരിലാണെന്ന് പറഞ്ഞു. അല്ല, നമ്മളൊരു നോമിനേഷൻ കൊടുക്കുമ്പോഴെപ്പോഴും പക്ഷെ ആദ്യമേ അങ്ങനെയായിരുന്നെങ്കിൽ അവർക്ക് ഈ പ്രചാരണത്തിന് ഇറങ്ങുന്ന ടൈമിൽ അവർക്ക് PV എന്നും പറഞ്ഞ് ഇറങ്ങായിരുന്നു, അഞ്ജലി PV ആണ് എൻ്റെ പേരെന്ന്. പക്ഷെ അവസാനമാണ് അത് എന്തുകൊണ്ട് നായർ എന്ന് ഇറങ്ങി. കാരണം അവരറിയപ്പെടുന്ന പേര് ചിലപ്പം ലൈക്ക് ഇങ്ങനെ ഒരു ചർച്ച തന്നെ ഇപ്പോൾ വന്നത് ആ രണ്ട് പേരിൻ്റെ ഇഷ്യൂസില്ല നമ്മളിത് സംസാരിക്കുന്നത്. അപ്പം തന്നെ അവിടെ കാസ്റ്റും എല്ലാ കാര്യങ്ങളും വന്നും കഴിഞ്ഞു. അതെ, ഒന്ന് ഈ പേര് സെയിം ആവുമെന്ന് നമ്മൾ നോക്കണം. നമുക്ക് ചിഹ്നം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഒരാളെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് ചിഹ്നം അങ്ങനെ വെച്ചാൽ ഇന്ന ഇയാൾ ഇന്ന സ്ഥാനാർത്ഥിയാണ്. അത് അങ്ങനെയാണെങ്കിൽ നമുക്കെല്ലാം ചിഹ്നം നോക്കി നമ്മളെല്ലാം കറക്റ്റായിട്ട് ചെയ്യും. പക്ഷേ പല ഇലക്ഷൻ ടൈമിലും മാറിക്കുത്തിയവരുണ്ട്, പേര് നോക്കി അറിയാണ്ട് മാറിക്കുത്തിയവരുണ്ട്. അതായത് ഒരു ലൈക്ക് മറ്റേ ഇനിഷ്യലിൻ്റെ വ്യത്യാസത്തിൽ കാരണം എൻ്റെ നാട്ടിൽ ഞാൻ വോട്ട് ചെയ്യാൻ പോയപ്പോഴത്തേക്കും ഞാൻ അറിയുന്ന ആദ്യത്തെ 3 പാർട്ടിക്കാർ കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, BJP, ഓക്കെ. പക്ഷെ അങ്ങനെ താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് ഒരേ പേരിലുള്ളവരാണ് ബാക്കി വരണേ. ഇവരുടെ 3 ഡ്യൂപ്പ് താഴെ ഉണ്ട്. അപ്പോൾ അത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഇതൊന്നും അറിയാത്തവരല്ലെങ്കിൽ വോട്ട് ചെയ്യുന്ന ലിസ്റ്റിൽ എത്രാമതെയാണെന്ന് അറിയാത്തവരൊക്കെ പോകുമ്പോഴത്തേക്കും കൺഫ്യൂസ്ഡ് ആവും. അതിപ്പോൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ ആ കാസ്റ്റിൻ്റെ കാര്യം തന്നെ ആയിരിക്കാം ഇവിടെ ആ ഒരു പേര് മാറ്റത്തിലും അതിൻ്റെ പിന്നിലെ കേസിലും ഒക്കെ ഉണ്ടാവുക. പക്ഷെ നമ്മളായിട്ടത് പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. വെറുതെ ഈ ഇലക്ഷനിൽ യൂത്തിന് പ്രോപ്പർ റെപ്രസെൻറ്റേഷൻ കിട്ടിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഇവർ യൂത്തിനെ കുറേ രീതിയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗെയിം പ്ലാറ്റ്ഫോം ആയാലും ഇടയിൽ പരസ്യങ്ങളൊക്കെ വരും. അവിടെ വരെ അവർ ഈ വോട്ട് ഫോർ LDF UDF ഹോട്ട്സ്റ്റാറിൻ്റെ അകത്ത് സിനിമ കാണുമ്പോൾ സൈഡിലായിട്ട് ഇങ്ങനെ ഉണ്ടാവും ആഡ്. അത് LDFൻ്റെ ആയിരുന്നു കൂടുതലും കണ്ടിരിക്കുന്നത്. സ്പോട്ടിഫൈയിലും തിയേറ്ററിൽ വരെ നമ്മുടെ വോട്ട് പാട്ട് എന്ന് പറഞ്ഞ വീഡിയോ ഷൂട്ട് ചെയ്തായിരുന്നു. ഇപ്പോൾ തിയേറ്ററിൻ്റെ ഇന്റർവൽ ടൈമിൽ വരെ പരസ്യം ചെയ്യുന്നുണ്ട് അവർ. എനിക്ക് തോന്നുന്നു യൂത്തിനെ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വർഷം. കൂടുതൽ ഇപ്പോൾ യൂത്തിലെ ആൾക്കാർ യങ് കാൻഡിഡേറ്റ്സ് ഇല്ല, കുറവല്ലേ? വോട്ട് ചെയ്യണം. എനിക്ക് വോട്ട് ചെയ്യൽ പഴയതിനെക്കാട്ടിലും ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇവർക്ക് കൊടുക്കുന്നത് ജയസാധ്യത കുറവുള്ള സീറ്റില്ലേ? എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള യൂത്തുകാർ വോട്ട് ചെയ്യൽ വളരെ കുറവാണ്. അവർ വോട്ട് ചെയ്യിപ്പിക്കാനുള്ള പല കാര്യങ്ങൾ ഈ വട്ടം ചെയ്തിട്ടുണ്ട്. അവർ കുറെ കൂടി ഇൻവോൾവ്ഡ് ആക്കാൻ നോക്കുന്നുണ്ട്. കാൻഡിഡേറ്റ്സ് കുറവാണെന്ന് തോന്നുന്നു അല്ലേ? കാൻഡിഡേറ്റ്സ് എനിക്കറിയില്ല. എൻ്റെ ഒരു അവിടെയൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും വേറൊരു കാൻഡിഡേറ്റ് വന്നായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഉള്ളവർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കുറേ കൂടി. കുന്നത്തനാടാണ്. അപ്പം അവിടെ ഇപ്പം അതിൻ്റെ അടുത്ത് കിടക്കുന്നത് തൃക്കാക്കരയും ഈ 2 സ്ഥലങ്ങളാണ് ഇപ്പം നമുക്കറിയാവുന്നത്. ഇവിടെ ആണെങ്കിൽ നമുക്കറിയാം. ഇവിടെ പിന്നെയും യൂത്ത് റെപ്രസെൻറ്റേഷൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഇവിടെ ഇല്ല. കുന്നത്തനാട്ടിലും ഇല്ല. അവിടെയൊക്കെ ഒരു ചെറിയ ചേഞ്ച് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവരെടുത്തേക്കുന്ന കാൻഡിഡേറ്റ്സ് എന്ന് പറയുമ്പം അവരുടെ കൂട്ടത്തിൽ കൂടുതൽ പ്രവർത്തനം നടത്തിയിട്ടുള്ളവരെ തന്നെ 3 പാർട്ടികൾ എടുത്തേക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷെ അഖിൽ മാരാർ അങ്ങനെ കുറച്ച് എക്സെപ്ഷൻസ് അല്ല, എനിക്ക് തോന്നുന്നു അറിയപ്പെടുകയും വേണം, എന്നാൽ ഒരു ഇത്തിരി എക്സ്പീരിയൻസും കൂടെ വേണം. അങ്ങനെയാണെങ്കിൽ ഇത്തിരിയും കൂടെ മേക്ക് സെൻസ്. അല്ലാണ്ട് ഓവർനൈറ്റ് വന്നും കാൻഡിഡേറ്റ് നിന്നിട്ട് കാര്യമില്ല. ഈ അഖിൽമാരാർ ഓവർനൈറ്റ് വന്ന ആളല്ല. പക്ഷെ പുള്ളിക്കാരൻ്റെ സ്റ്റാൻഡ് ഭയങ്കര നിലപാടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ ഇപ്പം ലൈക്ക് വീഡിയോസ് കാണുമ്പോൾ 2 തട്ടിലാണ് നിൽക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ UDF ആവും, BJP ആവും, LDF ആവും. അപ്പം നാളെ BJP ആയിട്ട് ജയിക്കുന്ന ഒരാൾ അന്ന് ആ പാർട്ടി പറഞ്ഞ നമ്മുടെ വാഗ്ദാനങ്ങൾ മറന്നിട്ട് UDFൻ്റെ കൂടെ നിൽക്കും, അല്ലെങ്കിൽ LDFൻ്റെ കൂടെ നിൽക്കും. അങ്ങനെ മാറി നിൽക്കുന്ന ഒരാളെ നമ്മളെങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും?
അതൊരു ഫാക്ടറാണ്. അഖിൽ മരാർ യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണല്ലോ ആ നേരത്തെ. പുള്ളിയുടെ ഒരു വീഡിയോ തന്നെ ഉണ്ട്, നിങ്ങൾ തന്നെ സംഘി അങ്ങനെ അതിനെപ്പറ്റി ഒരു വീഡിയോ ഒക്കെ വൈറലായിരുന്നു. അതാണ് പലപ്പോഴും അത് ഒരു ഭയങ്കര മിസ്ലീഡ് ചെയ്യുന്ന രീതിക്ക് ആൾക്കാരുടെ ഇടയിലേക്ക് പോകുന്നത്. നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമോ എന്നായി പോവും. പിന്നെ ഞാൻ ഇപ്പോൾ വോട്ട് കൊടുത്താലും ഇനി അങ്ങോട്ട് മാറോ അങ്ങാടി പോവോ അങ്ങനെ ആയി പോവും. നിങ്ങളിപ്പോൾ ഒരു ദിവസം കേരളത്തിൻ്റെ CM ആവുകയാണെങ്കിൽ എന്ത് ചേഞ്ചാണ് കേരളത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? കേൾത്തോ പറഞ്ഞു. ആദ്യം തന്നെ ഞാൻ പറഞ്ഞ പോലെ റവന്യൂ സ്ട്രീംസ് ഇതിൽ നിന്നൊക്കെ മാറ്റിയിട്ട് പുതിയ കുറച്ച് റവന്യൂ സ്ട്രീംസ് കൊണ്ടുവരും. ടാക്സിൻ്റെ കേസ് കേരളത്തിൽ ഇപ്പം GST വന്നപ്പോൾ ആദ്യം പറഞ്ഞിരുന്ന എല്ലാം യൂണിഫൈഡ് ആയിരിക്കും എന്നാണ്. പക്ഷെ അങ്ങനെയാണോ എന്ന് നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കേണ്ടതാണ്. പിന്നെ ആവശ്യമില്ലാത്തതിനെ ടാക്സ് കുറയ്ക്കുക. അതായത് എൻ്റർടൈൻമെൻറ്റ് എന്നൊക്കെ പറയുന്നത് അത് വേറൊരു റവന്യൂ സോഴ്സാണ്. അതിലും ടാക്സ് പിടിച്ച് ഒരാളെ എൻ്റർടൈൻമെൻറ്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരാളെ അവിടുന്ന് മാറ്റി എൻ്റർടൈൻമെൻറ്റ് ഭയങ്കര ലക്ഷറി ഐറ്റമാണ് എന്ന് തോന്നിപ്പിക്കാണ്ട് എല്ലാവർക്കും എൻ്റർടൈൻമെൻറ്റ് അതേപോലെയുള്ള സാധനങ്ങൾ. അപ്പോൾ മാക്സിമം ടാക്സ് കുറയ്ക്കുക, എന്നിട്ട് കറപ്ഷൻ കുറയ്ക്കുക. കറപ്ഷൻ ഇല്ലാണ്ടാക്കാൻ പറയാൻ പറ്റില്ല നമുക്ക് ഒരിക്കലും. എന്തൊക്കെ വന്നാലും ഒരു ലാർജർ പോപ്പുലേഷൻ വർക്ക് ചെയ്യുമ്പോൾ അവിടെ കറപ്ഷൻ ഉണ്ടാവും. എന്നാൽ പക്ഷേ അതിന് മെഷേഴ്സ് എടുക്കുക അത് കുറയ്ക്കാനുള്ളത്. അതായിരിക്കും ഞാൻ ആദ്യം ഫോക്കസ് ചെയ്യുക. കറപ്ഷൻ നെഗറ്റീവ് അല്ലേ? അല്ല, കറപ്ഷൻ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. എല്ലായിടത്തും ഒരു വൈഡർ പോപ്പുലേഷൻ ഉള്ളപ്പോൾ കറപ്ഷൻ ഉണ്ടാവും. പക്ഷെ കുറയ്ക്കുക എന്നുള്ളത് മാത്രമല്ല ഓപ്ഷനുള്ളൂ. പിന്നെ സ്ട്രോങ് ആയിട്ടുള്ള റൂൾസ് ഇപ്പോൾ ഉണ്ടെങ്കിലും അതിനെയൊന്നും നമുക്ക് അങ്ങോട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നില്ല. ഈ ചൈനയിൽ ബ്രൈബ് എടുത്തു കഴിഞ്ഞാൽ തൂക്കിക്കൊല്ലും, അങ്ങനത്തെ റൂളുള്ള രാജ്യമാണ്. പക്ഷെ നമ്മുടെ ഒരു ഡെമോക്രസി ആയതുകൊണ്ട് അതിൻ്റെതായ ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ സിവിക് സെൻസ് എങ്ങനെയുണ്ട്, അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? എനിക്ക് തോന്നുന്നു കുറേ കൂടിയൊക്കെ അവയർനെസ് കൊടുക്കാനുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ആളുകളുടെ ഇടയിലേക്ക്. നമ്മുടെ കൾച്ചറും നമ്മൾ ഇത്ര നാളും നിലനിന്ന് വന്ന കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ വോട്ടിംഗ് റേറ്റ് ഉണ്ട്, 18 വയസ്സ് കഴിഞ്ഞാൽ ആർക്കും വോട്ട് ചെയ്യാം. പക്ഷെ ജെൻസിയിൽപ്പെട്ട പലരും വോട്ട് ചെയ്യുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇപ്പോൾ വോട്ടുപാട്ടിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ചെയ്യുന്നത് ജെൻസിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അവയർനെസ് കൊടുക്കാൻ ഗെയിംസ് ആഡ്സ് ഉറപ്പായിട്ട് അത് ഫോക്കസ്ഡാണ്. ആ ഒരു സാധനം ഫോക്കസ്ഡ് ആയതുകൊണ്ട് തന്നെ ആൾക്കാർ ഇൻവോൾവ് ആകുമെന്ന് എനിക്ക്. സോഷ്യൽ മീഡിയ ഇത്രയും കൂടെ നല്ലോണം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പല ഇൻഫ്ലുവൻസേഴ്സും ഇപ്പോൾ വോട്ടിനെ പറ്റി പറയുന്നുണ്ട്, നിങ്ങൾ നോക്കി വോട്ട് ചെയ്യുക. ഒരുപാട് യൂത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വട്ടം യൂത്തിൽ നിന്ന് കുറച്ചും കൂടി കൂടുതൽ ശതമാനം വോട്ട് വരും. ഇപ്പം മിക്ക പൊളിറ്റീഷ്യൻസ് ആയാലും ഇപ്പോൾ പിണറായി വിജയൻ തന്നെ ഇപ്പം എന്തോരം യൂട്യൂബേഴ്സിനാണ് ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്നത്. പിന്നെ എല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങി. അത് മെയിനായിട്ട് യൂത്തിനെ ഫോക്കസ് ചെയ്യാനായിട്ടാണ് എന്നാണ് തോന്നുന്നത്. ഇനി വരാൻ പോണ കാലം യൂത്ത് ആയിരിക്കുമല്ലോ, ഇനി ഭരണവും എല്ലാം. പിന്നെ ആ ഒരു മീൻസ് ഒക്കെ മാറ്റി, അവർ ഉപയോഗിക്കുന്ന ടൂൾസ് എല്ലാം മാറ്റി ഇപ്പം യൂട്യൂബിലേക്ക് വരുന്നതും പോഡ്കാസ്റ്റിലേക്കൊക്കെ വരുന്നത്. പിന്നെ അവരുടെ ഡിസൈൻസും, അതായത് ഓരോ പാർട്ടിയുടെയും ഡിസൈൻസും പതുക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ടിപ്പിക്കലി കാണുന്നൊരു ഡിസൈനിൽ നിന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് LDFൻ്റെ പോസ്റ്റേഴ്സും ബിൽ ബോർഡ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പുതിയൊരു കളർ തീം കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ സ്റ്റാറ്റസ് വീഡിയോ ആയാലും ഇത്രയും കൂടെ അട്രാക്റ്റീവ് ആയിട്ടൊരു സാധനം കൊണ്ടുവരുന്നുണ്ട് അവർ. അതെ, ജെൻസിയുടെ ആസ്പിറേഷൻസ് ആണ് നമ്മളിപ്പോൾ കേട്ടത്. സോ ഇനിയുള്ള സർക്കാർ ഇതെല്ലാം നിറവേറ്റും നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്രയും നേരം നമ്മുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.